ബ്രോ വിനയൻ സിനിമകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. ഒപ്പം ഇൻഡിപെൻഡൻസ് എന്ന സിനിമയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നും ഒരു കമന്റ് ഉണ്ടായിരുന്നു. സോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇത്. ശരിക്കും ഈ വിനയൻ എന്ന് പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടി സംവിധായകനായിരുന്നില്ലേ? സത്യം, രാക്ഷസരാജാവ് പോലുള്ള പോലീസ് സ്റ്റോറികൾ എടുക്കും, വാസന്തിയും ലക്ഷ്മിയും കരിമാടിക്കുട്ടൻ പോലുള്ള സിനിമകൾ എടുക്കും, ഉമപ്പെണ്ണിൻ ഉരിയാട പയ്യൻ അത്ഭുത ദ്വീപ് പോലുള്ള സിനിമകൾ എടുക്കും, ആകാശഗംഗ പോലുള്ള ഹൊറർ സിനിമകൾ എടുക്കും, കല്യാണ സൗഗന്ധികം പോലുള്ള കോമഡി സിനിമകൾ എടുക്കും. അങ്ങനെ ആകെ മൊത്തം ആള് തൊടാത്ത ടൈപ്പ് സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ചെയ്യുന്നത് ഏത് ടൈപ്പ് സിനിമകളാണെങ്കിലും അത് എന്റർടൈൻമെന്റ് സിനിമകളായിരിക്കും, അത് ഹിറ്റുകളുമായിരിക്കും. സോ 2009-10 കാലഘട്ടത്തിലായിരുന്നു തോന്നുന്നു ഫിലിം ഫെഡറേഷനും മൂപ്പരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ശേഷം ആളെ അൺഒഫീഷ്യലി ബാൻ ചെയ്യുകയും മൂപ്പരുടെ സിനിമയ്ക്ക് ടെക്നീഷ്യൻസിനെ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തൊരു സംഭവം അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനുശേഷം ആള് സിനിമ എടുക്കുന്നതും കുറഞ്ഞു, എടുക്കുന്ന സിനിമകളിലെ ക്വാളിറ്റിയും കുറഞ്ഞു. ബട്ട് എനിവേസ്, പുള്ളിയുടെ പ്രൈം ടൈമിൽ പുള്ളി ഒരു മിനിമം ഗ്യാരണ്ടി സംവിധായകനാണെന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇനി മേലെ പോയിക്കൊണ്ടിരിക്കുന്ന ഫൂട്ടേജിലെ സിനിമയെ പറ്റി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ചിരിച്ച് ആസ്വദിച്ച് കണ്ടൊരു പടം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റൊരു നടന്മാരോടും തോന്നാത്തൊരു പ്രത്യേക ഇഷ്ടം നമുക്കൊക്കെ കലാഭവൻ മണിയോട് തോന്നിയിട്ടുണ്ട്. അതിനൊരു റീസൺ ഇതുപോലുള്ള സീനുകളിൽ പുള്ളി അഭിനയിച്ചതാണ്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയെന്നുള്ളതിൽ ചോദ്യമില്ല. പക്ഷെ കുട്ടിയായിരുന്ന കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലിംഗ് സംഭവമായിരുന്നു. പിന്നെ ഇതിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ വില്ലന്മാരെല്ലാം കൂടി സിദ്ദീഖിനെ കൊല്ലുന്ന ആ സീൻ, അതൊരു ടെറിഫിക് സീനായിരുന്നു. പിന്നെ വാണി വിശ്വനാഥ്. അങ്ങനെ ഒരു മുതൽ അതിനു മുമ്പോ അതിനു ശേഷമോ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു സിനിമയിൽ ഒരു നായക കഥാപാത്രം, അതായത് ഒരു മെയിൽ ഹീറോ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഇവർ ഈ സിനിമയിലും ചെയ്യുന്നുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആവേശം കയറുന്നുമുണ്ട്. മേ ബി ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുള്ളതുകൊണ്ടായിരിക്കാം. ഈ അടുത്തിറങ്ങിയ റൈഫിൾ ക്ലബ് മൂവിയിൽ നമ്മുടെ ഹനുമാൻ കൈൻ വന്ന് വൂസ് ദ മാൻ ഇൻ ചാർജ് ഹിയർ എന്ന് ചോദിക്കുമ്പോൾ മോൻ എന്നോട് പറഞ്ഞോടാ ഞാൻ ആണാണെന്ന് കൂട്ടിക്കോ, അതിനുള്ള പ്രൂഫാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒരു തോക്കെടുത്ത് കാണിക്കുമ്പോൾ കിട്ടിയ ഗൂസ് ബംസ് ഭയങ്കരമായിരുന്നു.